വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കുന്നത് 10ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യ ശാസ്ത്രമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ ചാപ്റ്റർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ പാഠമാണ് നോക്കുന്നത്, ആദ്യകാല രാഷ്ട്രങ്ങൾ. അപ്പോൾ ഇതിൽ തുടക്കം തന്നെ ഒരു TV ഷോയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇനി നമുക്കത് വിശദീകരിച്ച് നോക്കാം. വളരെ സന്തോഷത്തിലാണ് തിങ്കൾമേട് സർക്കാർ വിദ്യാലയത്തിലെ കുട്ടികൾ. സാംസ്കാരിക വിനിമയ പരിപാടിയുടെ മലയാള പരിഭാഷയിലുള്ള സംപ്രേഷണം കാണാൻ എല്ലാവരും കോൺഫറൻസ് ഹാളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹെഡ് മാസ്റ്റർ സംസാരിച്ചു തുടങ്ങി. പ്രിയപ്പെട്ട കുട്ടികളെ, സാംസ്കാരിക വിനിമയ പരിപാടിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിവിധ രാജ്യങ്ങളുടെയും പ്രദേശങ്ങളുടെയും ചരിത്രവും സംസ്കാരവും പരസ്പരം മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നതാണ് സാംസ്കാരിക വിനിമയ പരിപാടികൾ. വിവിധ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും ഇത്തരം സാംസ്കാരിക വിനിമയ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ വർഷം ഗ്രീസ്, ഇറാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളാണ് ഇന്ത്യ സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തിൽ നിന്നുമുള്ള പ്രതിനിധികൾ അപ്പോൾ അവരുടെ രാജ്യത്തിൻ്റെ ചരിത്രവും സംസ്കാരവും പങ്കുവെച്ചത് നമുക്ക് പരിചയപ്പെടാം. ഗ്രീസിൽ നിന്നുമുള്ള അഥീന ഒളിമ്പിക്സ് ചിഹ്നം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് സ്വന്തം നാടിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചത്. കൂട്ടുകാരെ, ഈ ചിഹ്നം നിങ്ങൾക്ക് പരിചിതമാണല്ലോ. ഇന്ന് ലോകം മുഴുവൻ ഉല്ലാസത്തോടെ പങ്കെടുക്കുന്ന ഒളിമ്പിക്സിന് ആരംഭം കുറിച്ചത് പുരാതന ഗ്രീസിലാണ്. അപ്പോൾ ഗ്രീക്ക് നഗരാധിഷ്ഠിതമായ ഏഥൻസിൽ ഉടലെടുത്ത ജനാധിപത്യം ഞങ്ങൾ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ്. അപ്പോൾ തെക്കു കിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പെട്ട താഴ്വരകൾ, കുന്നുകൾ, ചെറുപർവ്വതങ്ങൾ തുടങ്ങിയ ഭൂമിശാസ്ത്ര സവിശേഷതകളാൽ സമ്പന്നമാണ് എൻ്റെ രാജ്യം. അപ്പോൾ അഥീനയുടെ വിവരങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. എന്തൊക്കെ വിവരങ്ങളാണ് ഇതിൽ നിന്ന് ലഭിച്ചത്? അപ്പോൾ ഒളിമ്പിക്സ് ആരംഭിച്ചത് പുരാതന ഗ്രീസിലാണ്. ഇനി അടുത്ത പോയിന്റ്, ജനാധിപത്യം എന്നത് ഏഥൻസ് ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ്. ഇനി തെക്കു കിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഭൂമിശാസ്ത്ര സവിശേഷതകളായി താഴ്വരകളും കുന്നുകളും മൂലം സമ്പന്നമാണ് ഗ്രീസ്. അപ്പോൾ പുരാതന ഗ്രീസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അന്വേഷിച്ചാലോ? ഇനി ഗ്രീസ് നഗര രാഷ്ട്രങ്ങൾ നോക്കാം. പുരാതന ഗ്രീസ് ഗ്രാമങ്ങളായിരുന്നു പ്രധാന അധിവാസ കേന്ദ്രങ്ങൾ. അതായത് ഗ്രീസിലെ ഗ്രാമങ്ങളിലാണ് അവർ ഏറും താമസിച്ചത്. കൃഷിയും കച്ചവടവും വികസിപ്പിച്ചതോടെ നഗരങ്ങൾ രൂപപ്പെട്ടു. അപ്പോൾ കാലക്രമേണ ഒരു നഗരവും ചുറ്റുമുള്ള കുറേ ഗ്രാമങ്ങളും ഒന്നുചേർന്ന് നഗര രാഷ്ട്രങ്ങളായി രൂപാന്തരം പ്രാപിക്കാൻ തുടങ്ങി. ഈ നഗര രാഷ്ട്രങ്ങൾ പോളിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഭൂപടം 2.1 നിരീക്ഷിച്ച് പുരാതന ഗ്രീസിൽ നിലനിന്നിരുന്ന പ്രധാന നഗര രാഷ്ട്രങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാം. അപ്പോൾ എല്ലാവരും ആ ഒരു ഭൂപടം ശ്രദ്ധിച്ചു നോക്കിയില്ലേ? അപ്പോൾ ഏതൊക്കെയാണ് പ്രധാന നഗരങ്ങൾ? അപ്പോൾ കൊറിന്ത്, തീബീസ്, അപ്പോൾ ഏഥൻസ്, സ്പാർട്ട എന്നീ നഗരങ്ങളാണ് പ്രധാന രാഷ്ട്രങ്ങൾ കേട്ടോ. ഇനി നമുക്ക് കടലുകളോ ഉയർന്ന പർവ്വതങ്ങളോ പുരാതന ഗ്രീസിലെ ഈ നഗരരാഷ്ട്രങ്ങളെ തമ്മിൽ വേർതിരിപ്പിച്ചിരുന്നു. അപ്പോൾ അതിനാൽ ഓരോ നഗരരാഷ്ട്രവും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. അപ്പോൾ ഈ കാരണത്താൽ ഒരു പൊതു ഭരണ സംവിധാനം പുരാതന ഗ്രീസിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളായിരുന്നു ഏഥൻസും സ്പാർട്ടയും. ഇനി നമുക്ക് ഏഥൻസിനെ പറ്റി നോക്കാം. അപ്പോൾ നിങ്ങൾ ക്ലാസ് ലീഡറെയും സ്കൂൾ ലീഡറെയും ഒക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? കൂട്ടായ തീരുമാനത്തിലൂടെയോ വോട്ടെടുപ്പിലൂടെയാണ് അല്ലേ? അപ്പോൾ ഇപ്രകാരം ഭരണാധികാരികളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സംവിധാനം ഏതാണ്? അപ്പോൾ ഇതുപോലെ ജനങ്ങൾ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏഥൻസിലാണ്. ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനും നിയമനിർമ്മാണത്തിനും ഏഥൻസിലെ പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും പങ്കാളിത്തമുണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ തുടങ്ങിയവർക്ക് പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല. പെരിഗ്രീസിന്റെ കാലത്താണ് ഏഥൻസിൽ ജനാധിപത്യം വിപുലമാകാൻ തുടങ്ങിയത്. ഏഥൻസിലെ രാഷ്ട്രസഭ അസംബ്ലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഏഥൻസിലെ പൗരർ ആരാണെന്ന് നോക്കാം. ഏഥൻസിലെ എല്ലാവരെയും പൗരന്മാരായി പരിഗണിച്ചിരുന്നില്ല. ഒരു വ്യക്തിക്ക് പൗരത്വ പദവി ലഭിക്കണമെങ്കിൽ അയാൾ സ്വതന്ത്രനായ പുരുഷനായിരിക്കണം. രക്ഷാകർത്താക്കൾ ഏഥൻസുകാർ ആയിരിക്കണം എന്നിങ്ങനെയുള്ള നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നു.
ഇനി എന്താണ് പെരിങ്ഗീസ് എന്ന് നോക്കാം. ഏതൻസിലെ ശക്തനായ ഭരണാധികാരിയായിരുന്ന പെരിഗ്രീസിന്റെ ഭരണകാലത്താണ് ഏതൻസ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ പ്രബലമായ സ്ഥാനം നേടിയെടുത്തത്. അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ളതാകണം എന്നായിരുന്നു പെരിഗ്രീസിന്റെ ആശയം. ഇനി ഏതൻസിന്റെ മറ്റു സവിശേഷതകൾ പരിചയപ്പെടാം. അപ്പോൾ കല, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതി, ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം, ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹവും എന്നിവയായിരുന്നു മറ്റു ചില സവിശേഷതകൾ എന്ന് പറയുന്നത് ഏതൻസിലെ. ഇനി ഗ്രീസിലെ നഗരരാഷ്ട്രമായ സ്പാർട്ടയെ പറ്റി നോക്കാം. ഏതൻസിൽ നിന്നും വ്യത്യസ്തമായ പ്രബല ഭരണമാണ് സ്പാർട്ടയിൽ നിലനിന്നിരുന്നത്. അപ്പോൾ പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആൺകുട്ടികൾക്ക് 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. അതായത് സ്പാർട്ടയിൽ വിദ്യാഭ്യാസം കൂടുതൽ എന്തിനേനി? സൈനിക സേവനത്തിനായിരുന്നു. അതായത് സൈനികനാവുക എന്നതായിരുന്നു. അപ്പോൾ ഏതൻസിൻ്റെയും സ്പാർട്ടയുടെയും സവിശേഷതകൾ സംഭാഷണ രൂപത്തിൽ അവതരിപ്പിക്കൂ. അപ്പോൾ ഏതൻസിലെ കുട്ടി പറയുകയാണ്, അപ്പോൾ ഞങ്ങളുടെ നാട് ജനാധിപത്യത്തിൻ്റെ ജന്മഗൃഹമാണ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്പാർട്ടയിലെ ഒരു കുട്ടി പറയാണ്, അപ്പോൾ ഞങ്ങളുടെ നാട് സൈനിക സേവനം പരിശീലിപ്പിക്കുന്ന നാട് എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുമായി ശത്രുതയിലായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഏതൻസിന്റെയും സ്പാർട്ടയുടെ സംയുക്ത സൈന്യം ആക്രമിച്ചു കീഴടക്കി. ഈ ഒരു യുദ്ധങ്ങളാണ് ഗ്രീക്കോ-പേർഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. എന്നാൽ പിൽക്കാലത്ത് ഏതൻസുമായി ശത്രുതയിലായ സ്പാർട്ടയും, ഈ ഏതൻസും സ്പാർട്ട എന്ന് പറയുന്നത് എന്താണ്? ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളാണ്. അത് തമ്മിലാണ് എന്തുണ്ടായത്? ഇനി യുദ്ധമുണ്ടായത് എന്നാണ് പറയുന്നത്. സ്പാർട്ടയുമായി സഖ്യത്തിലായിരുന്ന ചില നഗരങ്ങളും ചേർന്ന് ഏതൻസിനെ ആക്രമിച്ചു. പെലോപ്പോനീഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെട്ട ഈ ഒരു യുദ്ധത്തിൽ സ്പാർട്ട വിജയിച്ചു. ഇനി എന്താണ് മാരത്തൺ ഓട്ടം എന്ന് നോക്കാം. ഗ്രീക്കോ-പേർഷ്യൻ യുദ്ധകാലത്ത് ഏതൻസിൽ നിന്ന് 26 മൈലുകൾക്കപ്പുറത്തുള്ള മാരത്തണിൽ വെച്ച് ഗ്രീക്കുകാരും പേർഷ്യക്കാരും ഏറ്റുമുട്ടി. യുദ്ധത്തിൽ ഗ്രീക്കുകാർ വിജയികളായി. വിജയ വാർത്ത അറിയിക്കുന്നതിനു വേണ്ടി ഒരു സന്ദേശവാഹകനെ ഏതൻസിലേക്ക് അയച്ചു. അത്രയും ദൂരം ഓടിയെത്തി അയാൾ സന്തോഷത്തോടെ ആഹ്ലാദിക്കൂ, നമ്മൾ വിജയിച്ചു എന്ന് ആർത്തു വിളിച്ചു. എന്നാൽ ദീർഘദൂരം ഓടിയെത്തിയതിന്റെ ഫലമായി അയാൾ അപ്പോൾ തന്നെ മരണപ്പെട്ടു. ഈ ഓട്ടത്തിന്റെ ഓർമ്മക്കായി ദീർഘദൂര ഓട്ടത്തിന് മാരത്തൺ ഓട്ടം എന്ന് പേരു നൽകിയിരുന്നു. ഇനി എന്താണ് ഹെറോഡോട്ടസും തൂസിഡൈഡ്സും എന്ന് നോക്കാം. ഗ്രീക്കോ-പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കി രചിച്ച കൃതിയാണ് ദ ഹിസ്റ്റോറീസ്. ലോകത്തെ ആദ്യത്തെ ചരിത്ര കൃതിയാണിത്. ചരിത്രത്തെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസാണ് ഈ ഒരു കൃതി രചിച്ചത്. എന്താണ് ആ ഒരു കൃതിയിൽ ഉണ്ടായിരുന്നത്? ഗ്രീക്കും പേർഷ്യയും തമ്മിലുണ്ടായ ഒരു യുദ്ധത്തിന്റെ കാര്യങ്ങളായിരുന്നു ആ ഒരു കൃതിയിൽ ഉണ്ടായിരുന്നത്. ഇനി സ്പാർട്ടയും ഏതൻസും തമ്മിൽ നടന്ന പെലോപ്പോനീഷ്യൻ യുദ്ധങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയത് തൂസിസൈഡ് എന്ന ചരിത്രകാരനാണ്. ഹിസ്റ്ററി ഓഫ് ദ പെലോസൈനീഷ്യൻ വാർ എന്നാണ് ആ ഒരു ചരിത്ര കൃതിയുടെ പേര്. ഇതുവരെ ഉള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കാൻ പോകുന്നത് പണ്ട് കാലത്തെ തത്വചിന്തകരെ പറ്റിയാണ്. ലോകത്തെ സ്വാധീനിച്ച പ്രധാന ഗ്രീക്ക് തത്വചിന്തകരാണ് സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവർ. ഇനി നമുക്ക് ഗ്രീക്ക് തത്വചിന്തകർ എന്തൊക്കെയാണ് ചിന്തകളാണ് പറഞ്ഞത് എന്ന് ഡീറ്റെയിൽ ആയിക്കൊണ്ട് നോക്കാം. സോക്രട്ടീസ് അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകി സംവാദ രീതിയിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ഇനി പ്ലാറ്റോ, സോക്രട്ടീസിന്റെ ശിഷ്യനാണ് പ്ലാറ്റോ എന്ന് പറയുന്ന ആള്. അക്കാദമി എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചു. പ്രധാന കൃതി റിപ്പബ്ലിക് ആണ്. ഇനി അരിസ്റ്റോട്ടലിനെ പറ്റിയാണ് നോക്കുന്നത്. പ്ലേറ്റോയുടെ അക്കാദമിയിൽ വിദ്യാർത്ഥിയായിരുന്നു അരിസ്റ്റോട്ടിൽ. ലൈസിയം എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചു. പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് അരിസ്റ്റോട്ടിൽ. നമ്മൾ 3 തത്വചിന്തകരായിരുന്നു ഗ്രീക്കിൽ പണ്ട് ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ്? സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ. പുരാതന ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് ഹോമറിന്റെ ഇതിഹാസ കാവ്യങ്ങളായ ഇലിയഡ്, ഒഡീസി എന്നിവയിൽ നിന്നാണ്. ഇലിയഡ്, ഗ്രീക്കുകാർ ട്രോയ് നഗരത്തിന് നേരെ നടത്തിയ യുദ്ധത്തിന്റെ കഥയാണ് ഇലിയഡ്.
അപ്പോൾ ട്രോയ് നഗരവുമായുള്ള വർഷങ്ങൾ നീണ്ട യുദ്ധത്തിന് ശേഷവും ഗ്രീക്കു സൈന്യത്തിന് വിജയിക്കാനായില്ല. അവർ ഒരു കൂറ്റൻ മരക്കുതിരയുണ്ടാക്കി ഏറ്റവും മികച്ച പോരാളികളെ കുതിരക്കുള്ളിലാക്കിയ ശേഷം ട്രോയ് നഗരത്തിന്റെ വഴിയിൽ ഉപേക്ഷിച്ചു പിൻവാങ്ങി. അപ്പോൾ തോൽവി സമ്മതിച്ച ഗ്രീക്കുകാർ നൽകിയ സമ്മാനമാണ് ആ മരക്കുതിരയെന്ന് ഭടന്മാർ കരുതി. അപ്പോൾ വിജയലഹരിയിൽ ട്രോജന്മാർ മരക്കുതിരയെ വലിച്ച് നഗരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കുതിരക്കുള്ളിൽ നിന്നും ഭടന്മാർ പുറത്തിറങ്ങി. അപ്പോൾ കടലിൽ ഒളിച്ചു കിടക്കുകയായിരുന്ന ഗ്രീക്കു കപ്പലുകൾ ട്രോയിലേക്ക് ഇരച്ചു കയറി. പ്രഭാതത്തിൽ ട്രോയ് നഗരം നാമാവശേഷിയായി തീർന്നു. ഇതാണ് ഹോമറിന്റെ ഇതിഹാസ കാവ്യമായ ഇലിയഡ് എന്നതിൽ നിന്നെടുത്ത ചെറിയൊരു ഭാഗം മാത്രമാണ് ഇത്. ഇനി നമ്മൾ നോക്കുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തെ പറ്റിയാണ്. അപ്പൊ അതിനു വേണ്ടി ഇറാൻ എന്ന രാജ്യത്തെ ഒരു പ്രതിനിധി അവിടെ സംസാരിക്കുന്നുണ്ട്. അത് നമുക്ക് വായിച്ചു നോക്കാം. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളുടെ രാജ്യമായ ഇറാൻ പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്നു. അക്കാലത്ത് നിലനിന്നിരുന്ന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ ഈ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നതിനാൽ വൈവിധ്യമാർന്ന സാംസ്കാരികവും ഭാഷയും പാരമ്പര്യവും ഒത്തുചേർന്നതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. അപ്പൊ പെർസപ്പോളിക്സ് ആയിരുന്നു ഈ ഒരു സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ തലസ്ഥാനമായ പെർസപ്പോളിസിന്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇറാനിനെ പ്രതിനിധീകരിച്ച് സാംസ്കാരിക വിനിമയ പരിപാടിയിൽ പങ്കെടുത്ത ജഹാന്റെ വിവരണം ശ്രദ്ധിച്ചല്ലോ. എന്തെല്ലാം ആശയങ്ങളാണ് ഈ ഒരു വിവർത്തനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? അപ്പോൾ ഇറാൻ സാംസ്കാരിക പൈതൃകം പേർഷ്യയാണ്. അപ്പോൾ പ്രധാന സാമ്രാജ്യം പേർഷ്യൻ സാമ്രാജ്യമാണ്. അപ്പോൾ സാമ്രാജ്യത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് വിവിധ ഭൂപ്രദേശങ്ങളിലാണ്. അപ്പോൾ സാംസ്കാരിക വൈവിധ്യം, ഭാഷ, പാരമ്പര്യങ്ങളൊക്കെയാണ്. പിന്നെ തലസ്ഥാനം എന്ന് പറയുന്നത് പോർസംപോളിസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു പ്രതിനിധിയായ ഒരു കുട്ടി ആ ഒരു കുറിപ്പിൽ പറയുന്നത് കേട്ടോ. ഇനി പണ്ട് കാലത്ത് പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രമുഖരായ ഭരണാധികാരികളായിരുന്നു സൈറസും ദാരിസ് ഒന്നാമനും സെർക്കിക്സും. അപ്പോൾ ഇവരാണ് അവിടെ പണ്ട് പേർഷ്യ ഭരിച്ചിരുന്നത്. ഇനി പേർഷ്യൻ ഭരണ സംവിധാനം എന്താണെന്ന് നോക്കാം. അന്നത്തെ കാലം ഭരണ സൗകര്യത്തിനായി വിശാലമായ സാമ്രാജ്യത്തെ നിരവധി സപ്രതികളായി വിഭജിച്ചിരുന്നു. അതായത് ഭയങ്കര വിശാലമായ ഒരു സാമ്രാജ്യമായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. അതും സപ്രതി എന്ന് ഉദ്ദേശിക്കുന്ന സംസ്ഥാനം, ജില്ല, അങ്ങനെ ഓരോ വിഭാഗങ്ങളായി തിരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം സംതൃപ് എന്നറിയപ്പെട്ടിരുന്ന ഗവർണർമാരുടെ കീഴിലായിരുന്നു സമ്പ്രതികൾ. അതായത് സംതൃപ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി, മന്ത്രി, അങ്ങനെ ഓരോ മന്ത്രിമാരുടെ കീഴിലായിരുന്നു എന്ത്, സംതൃതികൾ. അതായത് ഓരോ സംസ്ഥാനങ്ങൾ, അതായത് സത്രപികൾ എന്ന് പറയുന്നത് എന്താണ്, സംസ്ഥാനങ്ങൾ, ജില്ല, അങ്ങനെയാണ്. അപ്പൊ അത് ഓരോ സത്രപ് എന്ന് പറയുന്ന ഗവർണർമാരുടെ കീഴിലായിരുന്നു. അപ്പൊ ഇവിടെ സത്രപ് എന്ന് പറയുന്നത് ഇപ്പൊ മന്ത്രി, മുഖ്യമന്ത്രി, അങ്ങനെ ഓരോ ഭരണാധികാരികള്. ഇവിടെ സത്രപി എന്ന് പറയുന്നത് അവിടുത്തെ ഓരോ സംസ്ഥാനത്തിനെ പറയുന്നതാണ്. സത്രപുമാർ രാജാവിന്റെ നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളും സത്രപികളിൽ നടപ്പിലാക്കി. അതായത് ഓരോ രാജാവ് തരുന്ന ഓരോ നിയമങ്ങളും സത്രപ് എന്ന് പറഞ്ഞ ഗവർണർമാര് അതിൻ്റെതായ രാജ്യത്തിലുള്ള സംസ്ഥാനങ്ങളൊക്കെ എന്താണ് നടപ്പിലാക്കി എന്നാണ് പറയുന്നത്. ഇനി നോക്കുന്നത് സരസുഷ്ട ദർശനമാണ്. അപ്പൊ സരസുഷ്ട ദർശനം എന്ന് പറയുന്നത് പേർഷ്യക്കാരുടെ മതത്തെയാണ്, അവിടുത്തെ ആ ഒരു സംസ്കാരത്തെയാണ് മതദുഷ്ട ദർശനം എന്ന് പറയുന്നത്. ഇനി വിശദീകരിച്ച് നോക്കാം. അതിന് ശേഷം നമുക്ക് ഫ്ലോ ചാർട്ട് നോക്കാം. അപ്പൊ പേർഷ്യയിലാണ് സരസുഷ്ട ദർശനം രൂപം കൊണ്ടത്. അപ്പൊ അവിടെയാണ് ഇത് ഉണ്ടായത്. അപ്പൊ സരസുഷ്ട ദർശനം എന്ന് പറയുന്നത് ആരാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ സരസുഷ്ടൻ എന്ന് പറയുന്ന ഒരു തത്വ ചിന്തകനാണ് ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചിന്തയിൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഏക ദൈവത്തിലാണ് ആ ഒരു വ്യക്തി വിശ്വസിച്ചത്. അതായത് ലോകത്താകെ ഒരു ദൈവം എന്നൊരു വിശ്വാസമാണ് അദ്ദേഹം മുന്നിൽ വെച്ചത്. അതിനെ പറയുന്നതാണ് അഹൂമദമസ്ത എന്നു വിളിക്കപ്പെട്ട ഏകദൈവ വിശ്വാസിയായിരുന്നു. അപ്പൊ സെന്റ് അവസ്കായ് ആയിരുന്നു മതഗ്രന്ഥം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച ഒരു ഗ്രന്ഥം അദ്ദേഹം പുറത്തിറക്കി. ആ ഗ്രന്ഥത്തിന്റെ പേരാണ് സെന്റ് അവസ്ക എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. അപ്പൊ ഇതാണ് സരസ്തുഷ്ട ദർശനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടെ കൊടുത്ത് ആ ഒരു ഫ്ലോ ചാർട്ട് നോക്കാം. അപ്പൊ സരസുഷ്ട ദർശനം, സരസുഷ്ടയാണ് സ്ഥാപകൻ. അഹുരവസ്ഥ എന്ന് വിളിക്കപ്പെട്ട ഏകദൈവത്തിൽ വിശ്വസിച്ചു. സെന്റ് അവസ്ക ആയിരുന്നു മതഗ്രന്ഥം എന്ന് പറയുന്നത്.
ഇനി അവിടെ കൊടുത്തിട്ടുള്ള ഒരു ചോദ്യം നോക്കാം. പേർഷ്യൻ സാമ്രാജ്യത്തെയും സംസ്കാരത്തെയും കുറിച്ച് ഒരു പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നതിനുള്ള ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആരെ? അപ്പോൾ സൈറസ് മഹാരാജാവാണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സൈറസ് മഹാരാജാവ് സ്ഥാപിച്ച സാമ്രാജ്യം ഏത്? അക്മേനിഡ് സാമ്രാജ്യമാണ്. അപ്പോൾ സൈമൺ മഹാരാജാവ് സ്ഥാപിച്ചത്. അപ്പോൾ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതം ഏതായിരുന്നു? സൽസുഷ്ട മതം ആയിരുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതം എന്ന് പറയുന്നത്. പേർഷ്യൻ സാമ്രാജ്യത്തെ ഭരണ സൗകര്യത്തിനായി എന്തായി വിഭജിച്ചിരുന്നു? സപ്തർദികൾ. അതായത് സപ്തർദികൾ എന്ന് പറയുന്നത് സംസ്ഥാന ജില്ല, ഇതിനെയാണ് സപ്തർദികൾ എന്ന് പറയുന്നത്. അത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു? പേഴ്സസ് പോലിസ് ആയിരുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. ഇനി നോക്കുന്നത് റോമൻ സാമ്രാജ്യത്തെ പറ്റിയാണ്. അപ്പൊ അതിന്റെ പ്രതിനിധിയായിക്കാണ് ഈ കുട്ടി റോമയെ പറ്റി പറയുന്നത് നമുക്ക് നോക്കാം. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് എലീന. എൻ്റെ നാടായ ഇറ്റലി റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. പാശ്ചാത്യ നാഗരികതയുടെ അപ്പോൾ ജന്മസ്ഥലമാണ് റോമ നഗരം കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാ പാതകളും റോമിലേക്ക് എന്ന പ്രയോഗം തന്നെ ഈ സാമ്രാജ്യത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നു. ആദ്യകാലത്ത് റോമൻ രാജഭരണമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ കാലക്രമത്തിൽ പ്രജാതൽപരരല്ലാത്ത ഭരണാധികാരികൾക്കെതിരെ കലാപങ്ങൾ ഉയർന്നു വരികയും BCE 6-ാം നൂറ്റാണ്ടിൽ രാജഭരണം അവസാനിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് റിപ്പബ്ലിക് എന്ന പുതിയ ഒരു ഭരണ സംവിധാനം റോമിൽ നിലവിൽ വന്നു. പുരാതന റോമിന്റെ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു റിപ്പബ്ലിക്കിന്റെ ഉദയം. അപ്പോൾ എല്ലാവർക്കും എലീനയുടെ ആ ഒരു വിവരണം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുരാതന റോമിനെ കുറിച്ച് എലീന നൽകിയ വിവരണത്തിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ കുറിക്കൂ. അപ്പോൾ പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമായി റോമോ നഗരം കണക്കാക്കപ്പെട്ടു. അപ്പോൾ എല്ലാ പാതകളും റോമിലേക്ക് എന്ന പ്രയോഗം ഈ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. ഇനി അടുത്ത പോയിന്റ് ആണ്, ആദ്യം റോമിൽ രാജഭരണം നിലനിന്നിരുന്നു. ഇനി അടുത്ത പോയിന്റ്, BCE 6-ാം നൂറ്റാണ്ടിൽ രാജഭരണം അവസാനിച്ചു. ഇനി റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനത്തിന് രാജാവിന് പകരം കോൺസൽ എന്നറിയപ്പെട്ടിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കായിരുന്നു ഭരണ ചുമതല. അപ്പോൾ BCE 1-ാം നൂറ്റാണ്ടിൽ റോമൻ റിപ്പബ്ലിക്കിന്റെ കോൺസൽ പദവി വഹിച്ചിരുന്ന ജൂലിയസ് സീസർ റിപ്പബ്ലിക്കൻ ഭരണരീതി അവസാനിപ്പിച്ച് ഏകാധിപതിയായി അധികാരം കൈയടക്കി. അപ്പോൾ ജൂലിയസ് സീസറിന്റെ ചിത്രമാണ് ആ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അഗസ്റ്റിനെ പറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ അഗസ്റ്റിന്റെ ഭരണകാലത്താണ് റോമൻ റിപ്പബ്ലിക് പൂർണ്ണമായും റോമ സാമ്രാജ്യമായി മാറിയത്. ഇതോടെ ചക്രവർത്തി പരമോന്നത ഭരണാധികാരിയായി മാറി. ഇനി എന്തൊക്കെയാണ് റോമൻ സാമ്രാജ്യത്തിന്റെ സവിശേഷതകൾ എന്ന് നോക്കാം. അപ്പോൾ യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്ന വിശാലമായ സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം. അപ്പോൾ റോമൻ ചക്രവർത്തിമാരെ പറയുന്നതാണ് പ്രിൻസപ്പ് എന്ന്. അപ്പോൾ പ്രിൻസപ്പ് തലവനായ, അതായത് ചക്രവർത്തിമാര് തലവനായ റോമൻ ഭരണ സംവിധാനത്തെ പറയുന്നതാണ് പ്രിൻസിപ്ലേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അഗസ്റ്റസ് ആണ് പ്രിൻസിപ്ലേറ്റ് എന്നൊരു സംവിധാനം സ്ഥാപിച്ചത്. അത് ഉണ്ടാക്കിയത് ആരാണ്? അഗസ്റ്റർ ആണ്. അപ്പോൾ വേതനം കൈപ്പറ്റി സേവനം ചെയ്ത ശക്തമായ ഒരു സൈന്യം ഉണ്ടായിരുന്നു. അതായത് നല്ല പൈസ മേടിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് സൈന്യം എവിടെ ഉണ്ടായിരുന്നു? റോമയിൽ ഉണ്ടായിരുന്നു. ഇനി എന്തൊക്കെയാണ് റോമിന്റെ സാംസ്കാരിക സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആ ഭാഷ, സാഹിത്യം, കല, നഗരാസൂത്രണം തുടങ്ങിയ മേഖലകളിലെല്ലാം റോമിന്റെ സംഭാവനകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ജലവിതരണത്തിനായി നിർമ്മിക്കപ്പെട്ട കലാനാകൃതിയിലുള്ള കനാലുകളിലായ അക്വിഡക്റ്റുകളും വിശാലമായും തുറന്ന വേദിയുമായ കൊളോസിയവും റോമൻ സാമ്രാജ്യത്തിന്റെ സാംസ്കാരിക സംഭാവനകളാണ്. അപ്പോൾ ആ ഒരു ചിത്രത്തിലേക്ക് നോക്കൂ. അത് അക്വിഡക്റ്റും അതേപോലെ കൊളോസിയത്തിന്റെ ചിത്രങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ അടിയിൽ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കത് വായിച്ചു നോക്കാം. റോമിൽ നിലനിന്ന വ്യത്യസ്ത ഭരണ സംവിധാനങ്ങളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. ഇനി നമുക്ക് തയ്യാറാക്കാം.
പുരാതന റോമിൽ മൂന്ന് പ്രധാനമായ ഭരണ സംവിധാനങ്ങൾ നിലനിന്നിരുന്നു: രാജഭരണം, റിപ്പബ്ലിക്, സാമ്രാജ്യം. അപ്പൊ ആദ്യ റോമിൽ രാജഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് രാജാവാണ് രാജ്യത്തെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. അപ്പൊ രാജഭരണകാലത്ത് ഭരണാധികാരം ഒരു വ്യക്തിയുടെ കൈവശമായിരുന്നു. എന്നാൽ രാജാക്കന്മാരുടെ അധികാര ദുരുപയോഗത്തിനെതിരെ ജനങ്ങൾ കലഹിച്ചുവെങ്കിലും BCE 6-ാം നൂറ്റാണ്ടിന്റെ രാജഭരണം അവസാനിച്ചു. ഇതിനുശേഷം അവ രൂപം കൊണ്ടതാണ് റിപ്പബ്ലിക് ഭരണ സംവിധാനം ആയിരുന്നു. എങ്കിൽ ജനങ്ങൾക്ക് ഭരണത്തിൽ പങ്കാളിത്തം ലഭിച്ചു. അപ്പൊ സെനറ്റ്, ജനപ്രതിനിധികൾ എന്നിവ മുഖേന ഭരണകാര്യങ്ങൾ നിർവഹിച്ചു. പിന്നീട് രാഷ്ട്രീയ അവസ്ഥകളിലും ഭരണ സംവിധാനങ്ങളിലും സംഭവിച്ച മാറ്റങ്ങളുടെ ഫലമായി ഒക്ടോവിയൻ അഗസ്റ്റന്റെ കാലത്ത് സാമ്രാജ്യഭരണം നിലവിൽ വന്നു. അപ്പൊ സാമ്രാജ്യഭരണത്തിൽ ചക്രവർത്തിക്ക് വലിയ അധികാരമുണ്ടായിരുന്നു. ഈ ഒരു 3 ഘട്ടങ്ങളും റോമിന്റെ ഭരണചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായിരുന്നു. അപ്പോൾ നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇപ്പോൾ പരിചയപ്പെട്ടത്? ഗ്രീക്ക്, ഇറാഖ്, റോമൻ ഒക്കെ നമ്മൾ നോക്കിയല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണമാണ്. അപ്പോൾ സാംസ്കാരിക വിനിമയ പരിപാടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് വിവാൻ ആയിരുന്നു. അപ്പോൾ വിവാന്റെ വിവരണം ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ വിവാൻ. അപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. അപ്പോൾ സിന്ധു നദിയുടെയും പോഷക നദികളുടെയും തീരങ്ങളിൽ നിലനിന്നിരുന്ന ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്കു ശേഷം ഏകദേശം 1500 BC-യോടെ ആര്യന്മാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറുള്ള സപ്തസിന്ധു പ്രദേശങ്ങളിൽ അധിവാസമുറപ്പിച്ചു. ആ കാലത്ത് രചിക്കപ്പെട്ട വേദങ്ങളിൽ നിന്നാണ് ഇവരെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. വേദങ്ങളിൽ രചിക്കപ്പെട്ട ഈ കാലഘട്ട വേദകാലം എന്നറിയപ്പെടുന്നു. പിൽക്കാലത്ത് ആര്യന്മാർ സപ്തസിന്ധു പ്രദേശത്തു നിന്ന് ഗംഗയുടെയും പോഷക നദികളുടെയും തീരങ്ങളിൽ എത്തിച്ചേർന്നു. ഇരുമ്പിന്റെ കണ്ടുപിടുത്തവും ഉപയോഗവും കൃഷിയുടെ വ്യാപനത്തിനും ഉൽപാദനത്തിനും കാരണമായി. മിച്ചോൽപാദന കച്ചവട കേന്ദ്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു. ഈ കച്ചവട കേന്ദ്രങ്ങളാണ് പിന്നീട് നഗരങ്ങളായി മാറിയത്. ഈ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ജനപദം രൂപപ്പെട്ടു. അപ്പോൾ വിവാൻ നൽകിയ വിവരണത്തിൽ നിന്നും ഇന്ത്യയിലെ ജനപദങ്ങളുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന ചിത്ര വഴികൾ കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന വർക്ക്ഷീറ്റ് പൂർത്തിയാക്കൂ. ഇനി നമുക്ക് വർക്ക്ഷീറ്റ് നോക്കാം. ഇനി ആ ഒരു വർക്ക്ഷീറ്റിലേക്ക് നോക്കൂ. ഫസ്റ്റ് എന്താണ്? ഇരുമ്പിന്റെ കണ്ടുപിടുത്തവും ഉപയോഗവുമാണ്. അപ്പോൾ അതിലൂടെ കൃഷിയുടെ വ്യാപനത്തിനിടയാക്കി. അത് ഉൽപാദന വർധനവുണ്ടാക്കി. പിന്നെ മിച്ചോൽപാദനം, അത് കച്ചവട കേന്ദ്രങ്ങളായി, പിന്നെ നഗരങ്ങളായി, പിന്നെ ജനപദങ്ങളൊക്കെ ഉണ്ടായി. ഇതാണ് വർക്ക്ഷീറ്റിൽ ഉള്ളത് കേട്ടോ. ഇനി നമുക്ക് എന്താണ് ജനപദം എന്ന് നോക്കാം. അപ്പോൾ എന്താണ് ജനപദം എന്നാൽ? ജനം അധിവസിച്ച സ്ഥലം എന്നാണ് അർത്ഥം. വിഭവങ്ങൾ ലഭ്യമായ ഇടങ്ങളിൽ കൃഷിയിടങ്ങളും താമസ മേഖലകളും രൂപപ്പെടുത്തിയ ജനങ്ങൾ അവിടെ സ്ഥിരമായി താമസിച്ചു. ഇങ്ങനെയാണ് ജനപദങ്ങൾ രൂപപ്പെട്ടത്. ജനപദങ്ങളിൽ നിന്ന് മഹാജനപദങ്ങളിലേക്ക്. പുരാതന ഇന്ത്യയിൽ രൂപം കൊണ്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ജനപദങ്ങൾ രൂപപ്പെട്ടതെന്ന് കണ്ടല്ലോ. ഫലഭൂയിഷ്ഠമായ നദീതടങ്ങളും സമൃദ്ധമായ വനമേഖലകളും ചില ജനപദങ്ങളെ കൂടുതൽ അഭിഷക്തമാക്കി. സമീപ പ്രദേശത്തുള്ള ജനപദങ്ങളെ കീഴടക്കിയ പ്രബലമായ ജനപദങ്ങൾ മഹാജനപദങ്ങളായി പരിണമിച്ചു. മഹാജനപദങ്ങളുടെ കാലം ഇന്ത്യയിലെ 2-ാം നഗരവൽക്കരണം എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാവർക്കും ജനപദം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് താമസിക്കുന്നതിനെയാണ് ജനപദം എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് ആളുകൾ ആവുന്നതിനാണ് മഹാജനപദം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മഗധ പ്രബല ശക്തിയാകുന്നു എന്ന് നോക്കാം. മഗധ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഒരു സ്ഥലമാണ്. BC 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജനപദങ്ങളിൽ പ്രബല ശക്തിയായി മാറിയത് മഗധയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ 16 മഹാജനപദങ്ങൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് നോക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ്റെ ഒരു മാപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ മഗധ എവിടെയാണെന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു മാപ്പ് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ പ്രബലമായ ഒരു മഹാജനപദത്തിന് മഗധയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ശക്തമായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും. പിന്നെ ഗംഗയുടെ പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂയിഷ്ഠത, അത് കൃഷിക്കൊക്കെ ഉപകാരപ്പെടുകയും ഒരുപാട് വരുമാനം ഉണ്ടാവുകയും അവിടെ ചെയ്തു.
പിന്നെ അതേപോലെ ഇരുമ്പിൽ നിന്ന് സാന്നിധ്യം, ഇരുമ്പായുധങ്ങളും ഉപയോഗങ്ങളുടെയും നിർമ്മാണവും ഉപയോഗവും അത് ആ സ്ഥലത്ത് ഉണ്ടായത് കൊണ്ടാണ് അവിടെ ഒരുപാട് ആളുകൾ വരാൻ കാരണമായത്. അങ്ങനെ കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തും ഉണ്ടായ പുരോഗതി എന്നിവ കൊണ്ടാണ് മഗധയുടെ വളർച്ചയ്ക്ക് സഹായിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി മഗധയുടെ തലസ്ഥാനങ്ങൾ ഏതൊക്കെയാ നോക്കാം. അവ തുടക്കത്തിൽ രാജഗൃഹവും പിന്നീട് പാടലീപുത്രവുമാണ്. ഇനി നോക്കുന്ന അപ്പം മഗധയിലെ പ്രധാന ഭരണാധികാരികൾ ഏതൊക്കെയാണ് അന്നത്തെ കാലം നോക്കാം. ബിംബിസാരൻ, അജാതശത്രു, മഹാപദ്മനന്ദൻ, ധനനന്ദൻ എന്നിവരാണ് പണ്ടത്തെ ഭരണാധികാരികൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ചന്ദ്രഗുപ്ത മൗര്യനെ പറ്റിയാണ്. അതായത് മഗധയിലെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ തോൽപ്പിച്ചുകാണ്ട് ആ രാജ്യം ഏറ്റെടുക്കുകയാണ് ചന്ദ്രഗുപ്ത മൗര്യ. അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ മൗര്യ രാജ്യം BCE 321 മഗധയിലെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയുടെ അധികാരം പിടിച്ചെടുത്തു. മഗധയോടൊപ്പം സമീപ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് മൗര്യ രാജ്യം സ്ഥാപിച്ച ചന്ദ്രഗുപ്ത മൗര്യനാണ്. മഗധയെ വിശാലമായ മൗര്യ രാജ്യമാക്കി മാറ്റാനും മികച്ചൊരു ഭരണ സംവിധാനം രൂപപ്പെടുത്താനും ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്ന കൗടില്യൻ അഥവാ ചാണക്യൻ ആണ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ എങ്ങനെയാണ് മഗധ എന്നൊരു രാജ്യം മൗര്യ രാജ്യമായി എന്ന് നോക്കാം. മഹാജനപദമായിരുന്ന മഗധ ശക്തമായ മൗര്യ രാജ്യമായി വളർന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. മഹാജനപദങ്ങളിലൊന്നായ മഗധം ശക്തമായ മൗര്യരാജ്യമായി വളരുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഗംഗാ താഴ്വരയിലെ ഉൽപാദന ശേഷിയും വ്യാപാര സാധ്യതകളും മൂലം മഗധം ആധിപത്യ മേഖലയായി മാറി. രാജ്യം രാഷ്ട്രീയമായി ഏകീകരിക്കുന്നതിൽ ബിംബിസാരനും അജാതശത്രുവും പ്രധാന പങ്ക് വഹിച്ചു. പിന്നീട് നന്ദവംശം അധികാരം പിടിച്ചെങ്കിലും അവരുടെ ക്രൂര ഭരണത്തിനെതിരെ ചാണക്യന്റെ സഹായത്തോടെ ചന്ദ്രഗുപ്ത മൗര്യൻ ജനപ്രീതിയോടെ മുന്നേറി. ചാണക്യന്റെ ബുദ്ധിയും കുത്യൻ സൈനിക ശക്തിയും ഉപയോഗിച്ച് നന്ദവംശത്തെ പരാജയപ്പെടുത്തി ചാണക്യൻ മൗര്യവംശം സ്ഥാപിച്ചു. അതിനുശേഷം ചന്ദ്രഗുപ്തൻ ഉത്തരേന്ത്യയുടെ വലിയ ഭാഗങ്ങൾ ഏകീകരിച്ചു. മൗര്യരാജ്യം ശക്തമായ സാമ്രാജ്യമായി വളർന്നു. ഈ വളർച്ചയ്ക്ക് സൂക്ഷ്മമായ ഭരണഘടനയും ആധുനിക നയതന്ത്രവുമാണ് ചാണക്യൻ ഉപയോഗിച്ചത്, അതായത് ചന്ദ്രഗുപ്ത മൗര്യ ഉപയോഗിച്ചത്. ഇനി നമുക്ക് പ്രാചീന ഇന്ത്യയിലെ ദർശനങ്ങൾ, അതായത് മതങ്ങൾ ഏതൊക്കെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. രണ്ട് മതങ്ങളാണ് പ്രധാനമായും ഉണ്ടായത്, ജൈനമതവും ബുദ്ധമതവും. ഇനി നമുക്ക് വിശദീകരിച്ച് നോക്കാം. പ്രാചീന ഇന്ത്യയിൽ ഉണ്ടായ ആദ്യകാല രാഷ്ട്ര രൂപീകരണം നാം കണ്ടുവല്ലോ. ഇനി ഈ കാലഘട്ടത്തിൽ രൂപം കൊണ്ട ചില ദർശനങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ജൈനമതം BCE 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ദർശനമായിരുന്നു ജൈനമതം. വർദ്ധമാന മഹാവീരനാണ് ജൈനമതം പ്രചരിപ്പിച്ചത്. ജൈനമതത്തിലെ 24ാമത്തെ തീർത്ഥങ്കരനായിരുന്നു വർദ്ധമാന മഹാവീരൻ. അതായത് തീർത്ഥങ്കരർ എന്ന് ഉദ്ദേശിക്കുന്ന സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവർ എന്നാണ്. തീർത്ഥങ്കരർ എന്ന വാക്കിന്റെ അർത്ഥം. ജൈനമത വിശ്വാസ പ്രകാരം 24 തീർത്ഥങ്കരന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിലെ ലാസ്റ്റത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം അറിയപ്പെടുന്നത് ലൗകിക സുഖങ്ങളെ കീഴടക്കിയവൻ എന്ന അർത്ഥം വരുന്ന ജിന്നൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടു. ഇനി എന്തൊക്കെയാണ് ജൈനമത ആശയങ്ങൾ എന്ന് നോക്കാം. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്. കളവ് പറയരുത്. മോഷ്ടിക്കരുത്. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവ അനുഷ്ഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ജൈനമതത്തിൽ ആശയം എന്ന് പറയുന്നത്. അതായത് നല്ല നല്ല കാര്യങ്ങളാണ്. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. പിന്നെ അതേപോലെ ആരും ഉപദ്രവിക്കരുത്, കള്ളം പറയരുത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ആശയത്തിൽ ഉള്ളത്. ഇനി പറയുന്നത് ബുദ്ധമതത്തെ പറ്റിയാണ്. പ്രാചീന ഇന്ത്യയിൽ രൂപം കൊണ്ട മറ്റൊരു പ്രധാന ദർശനമായിരുന്നു ബുദ്ധമതം. ഗൗതമ ബുദ്ധനാണ് ബുദ്ധമതം സ്ഥാപിച്ചത്. സിദ്ധാർത്ഥൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ബീഹാറിലെ ബോധഗയയിൽ വെച്ച് ജ്ഞാനോദയം നേടിയ അദ്ദേഹം ഗൗതമ ബുദ്ധൻ എന്നാണ് അറിയപ്പെട്ടത്. ഗൗതമ ബുദ്ധന്റെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ബുദ്ധമതത്തിന്റെ ആശയം നോക്കാം. ഹിംസിക്കാതിരിക്കുക, കളവു പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക എന്നിവയാണ് ബുദ്ധമതത്തിന്റെ ആശയം എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് മതങ്ങളും ഒരേപോലെ തന്നെയാണ് ഏകദേശം പറയുന്നത് ട്ടോ. ഇവിടെ ഹിംസിക്കാതിരിക്കുക എന്ന് പറയുന്നത് ആരും ഉപദ്രവിക്കാതെ നിൽക്കുക. അത് ഏത് ജീവിയായാലും ജീവനുള്ള മനുഷ്യനായാലും ഉപദ്രവിക്കാതെ നിൽക്കുക എന്നാണ് അപ്പോൾ ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വിശദീകരിച്ച് നോക്കാം. ജൈനമതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും ആശയങ്ങളുടെ പൊതു സവിശേഷതകൾ വിശകലനം ചെയ്യുക. ജൈനമതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും ആശയങ്ങളിൽ പല പൊതു സവിശേഷതകളും കാണാം. കാരണം ഇരു മതങ്ങളും ഏകദേശം ഒരേ കാലഘട്ടത്തിൽ ഒരേ സമുദായപരമായ പശ്ചാത്തലത്തിൽ ഉദിച്ചു വന്നതാണ്. ഇവ രണ്ടും വേദമതത്തെയും അതിലെ യാഗങ്ങൾക്കും കുർബാനകൾക്കും ഉള്ള അടിയന്തരങ്ങൾക്കും എതിരായ ആശയങ്ങളാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. അഹിംസ, സത്യ, കരുണ, ആത്മനിയന്ത്രണം എന്നിവയെ ഇരുവരും മഹത്വം നൽകി. ദുഃഖം, അതിന്റെ കാരണങ്ങൾ, അതിൽ നിന്നുള്ള മോക്ഷം എന്ന ബുദ്ധമതത്തിന്റെ ചതുഷ്പ്രതിപദയും ജൈനമതത്തിലെ മൂല്യാധിഷ്ഠിത ജീവിത വിശ്വാസങ്ങളും ആത്മസംയമനത്തെ ഉദ്ദിഷ്ടമാക്കുന്നു. എന്നാൽ ജൈനമതം ആത്മാവിന്റെ അസ്തിത്വം അംഗീകരിക്കുന്നതും ബുദ്ധമതം ആത്മാവിനെ നിരാകരിക്കുന്നതുമെന്ന വലിയ വ്യത്യാസമുണ്ട്. തപസ്സിനും സന്യാസത്തിനും ഇരുവരും പ്രാധാന്യം നൽകി. ആചാരങ്ങൾക്കും ശീലങ്ങൾക്കും അടിസ്ഥാനപരമായ സ്ഥാനമുണ്ടായി. സമൂഹപരമായ ധാർമ്മികവും വ്യക്തിപരമായ ഉദ്ധാരണത്തിനുള്ള മാർഗനിർദ്ദേശവും ഇവരുടെ ആശയങ്ങളിൽ ശ്രദ്ധേയമായി നിലനിന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ജൈനമതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും ആശയങ്ങളുടെ പൊതു സവിശേഷത എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളത് മറ്റൊരു ദർശനമാണ് ചാർവാക ദർശനം. ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റൊരു ദർശനമായിരുന്നു ചാർവാക ദർശനം. ഈ ഒരു ദർശനം ലോകായത എന്നും അറിയപ്പെട്ടിരുന്നു. വിശ്വസിക്കുക എന്നതിനേക്കാൾ അന്വേഷിക്കുക എന്ന തത്വമായിരുന്നു ചാർവാക ദർശനം പ്രാധാന്യം നൽകിയിരുന്നത്. ഇനി നമുക്ക് അടിയിൽ കൊടുത്തിട്ടില്ല ആ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം. BCE 6-ാം നൂറ്റാണ്ട് മുതൽ ലോകത്താകമാനം മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ന്യൂനമായി കാഴ്ചപ്പാടുകൾ രൂപം കൊള്ളാൻ തുടങ്ങിയിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ രാഷ്ട്രീയ ധാർമ്മിക വികസനത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ ചർച്ച ചെയ്തത്. അപ്പോൾ രാഷ്ട്ര രൂപീകരണം, ഭരണ സംവിധാനങ്ങൾ, സാംസ്കാരിക മുന്നേറ്റങ്ങൾ തുടങ്ങിയ മേഖലകളിലുണ്ടായ മാറ്റങ്ങൾ നാം പരിചയപ്പെട്ടു. രാഷ്ട്രത്തിന്റെയും ഭരണ സംവിധാനത്തിന്റെയും സവിശേഷതകളും പ്രത്യേകതകളും എന്തൊക്കെയാണ് തുടർന്നുള്ള പാഠങ്ങളിൽ പരിചയപ്പെടാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര എടുക്കുന്നല്ലോ. ഇനി അടുത്ത വീഡിയോയിൽ 3-ാമത്തെ മൊഡ്യൂളായിരിക്കും നമ്മൾ നോക്കൽ, അതായത് 3-ാമത്തെ യൂണിറ്റ്.